ചെന്നൈയിൽ 90 കോടി രൂപയുടെ കള്ളപ്പണം പിടിച്ചു. പിടിച്ചെടുത്തതിൽ 70 കോടി രൂപയുടേത് പുതിയ നോട്ടുകളാണ്. 100 കിലോ സ്വർണവും ആദായ നികുതി ഉദ്യോഗസ്ഥർ പിടികൂടി. ടി നഗറിലെയും അണ്ണാനഗറിലെയും 8 വ്യാപാര സ്ഥാപനങ്ങളിലായിരുന്നു റെയ്ഡ്. അതേസമയം കർണാടകയിലെ ഗുൽബർഗയിലും 25 ലക്ഷം രൂപയുടെ കള്ളപ്പണം പിടികൂടി. പുതിയ 2000 രൂപയുടെ നോട്ടുകളാണ് പിടിച്ചെടുത്തത്. അവശ്യ സാധനങ്ങൾക്ക് അസാധുവായ 500 രൂപ നോട്ടുകൾ ഉപയോഗിക്കാമെന്ന ഇളവ് സർക്കാർ നിർത്തലാക്കി. പരീക്ഷാ ഫീസുകൾ, ആശുപത്രി സേവനങ്ങൾ, റെയിൽവേ എന്നിവയുൾപ്പെടെ അവശ്യ സേവനങ്ങൾക്കുള്ള ഇളവാണ് നിർത്തലാക്കിയത്. ഈ മാസം 10-ാം തീയതി വരെ മാത്രമേ ഇനി പഴയ 500 രൂപ നോട്ടുകൾ ഉപയോഗിക്കാനാകൂ. അതേസമയം ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന് ഉൾപ്പെടെ പ്ലാസ്റ്റിക് കാർഡ് ഉപയോഗിച്ചുള്ള വിനിമയങ്ങൾക്ക് കേന്ദ്ര ധനമന്ത്രാലയം ഇളവുകൾ പ്രഖ്യാപിച്ചു. നോട്ട് അസാധുവാക്കൽ പ്രഖ്യാപനത്തിന് ഒരു മാസം പ്രായം തികയുന്ന വേളയിലാണ് അത്യാവശ്യ സേവനങ്ങൾക്കുള്ള ഇളവ് കൂടി കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയത്. സർക്കാർ ഇടപാടുകൾ, ആശുപത്രി സേവനങ്ങൾ, റെയിൽവേ, പരീക്ഷാ ഫീസുകൾ എന്നിവയ്ക്കായി പഴയ 500 രൂപ നോട്ടുകൾ ഈ മാസം 15 വരെ ഉപയോഗിക്കാമെന്ന ഇളവാണ് സർക്കാർ വെട്ടിച്ചുരുക്കിയത്. പുതിയ തീരുമാനപ്രകാരം ഈ മാസം 10-ാം തീയതി വരെ മാത്രമേ ഈ അവശ്യ സേവനങ്ങൾക്ക് പഴയ 500 രൂപ നോട്ടുകൾ ഉപയോഗിക്കാനാകൂ. നേരത്തെ പെട്രോൾ, വൈദ്യുതി, ജലബില്ലുകൾ അടയ്ക്കുന്നതിനുള്ള ഇളവ് ധനമന്ത്രാലയം നിർത്തലാക്കിയിരുന്നു. അതേസമയം ക്യാഷ്ലെസ് എക്കോണമി സംവിധാനം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിനിമയങ്ങൾക്ക് ഡിസ്കൗണ്ട് സംവിധാനം ഏർപ്പാടാക്കുമെന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി അറിയിച്ചു. ഇതിന്റെ ആദ്യഘട്ടമെന്നോണം ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പെട്രോളും ഡീസലും വാങ്ങുന്നവർക്ക് 0.75% വിലക്കുറവ് നൽകും. സബർബൻ ട്രെയിനിൽ സീസൺ മന്ത്ലി ടിക്കറ്റ് എടുക്കുന്നവർക്ക് 0.5% ഡിജിറ്റൽ ഡിസ്കൗണ്ട് നൽകും. ഡിജിറ്റൽ കാർഡുകൾ ഉപയോഗിച്ചുള്ള റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗിന് 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസും നൽകും. ദേശീയപാതകളിൽ ടോൾ, ഡിജിറ്റൽ കാർഡ് ഉപയോഗിച്ച് അടയ്ക്കുന്നവർക്ക് 10% ഇളവ് നൽകും. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന് 8%വും ജനറൽ ഇൻഷുറൻസ് പ്രീമിയത്തിന് 10%വും ഡിജിറ്റൽ ഡിസ്കൗണ്ട് നൽകും. 1 ലക്ഷം ഗ്രാമങ്ങളിൽ 2 POS മെഷീനുകളെങ്കിലും ലഭ്യമാക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ട് പിൻവലിക്കൽ ധനികരെ കൂടുതൽ ധനികരാക്കിയെന്നും മോദി പകൽ സ്വപ്നം കാണുകയാണെന്നും CPIM ജനറൽ സെക്രട്ടറിയും രാജ്യസഭാംഗവുമായ സീതാറാം യെച്ചൂരി പറഞ്ഞു. നോട്ട് പിൻവലിച്ച് ഒരു മാസം തികയുന്ന വേളയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. आज हमारा विरोध प्रकट कर रहे थे हम, 1 महीना हो गया ये नोटबंदी के बाद, और इस 1 महीने के अंदर लोगों के सामने जो रोजमर्रा जिंदगी बिताने के लिए जो दिक्कतें हैं, ये दिक्कतें बड़ी तेजी के साथ बढ़ रहे हैं, घट नहीं रहे हैं। लाखों की तादाद में, करोड़ों की तादाद में लोग ऐसे हैं जिनको रोज दिहाड़ी के आधार पर जो पैसा मिलता था, जिस पे उनकी परिवार का गुजारा होता था, वो अब भूखे हैं, लाचार हैं और वो भटक रहे हैं। 100 से ज़्यादा लोग तो मर चुके हैं नए नोटों के लाइनों में खड़े के इस चक्कर में। अब क्या करना चाहता है ये सरकार और प्रधानमंत्री, ये स्पष्ट समझ में नहीं आ रहा। നോട്ട് പിൻവലിക്കലിന് ശേഷം സംസ്ഥാന പൊതുവരുമാനത്തിൽ കോടികളുടെ നഷ്ടമുണ്ടായതായി ധനകാര്യ വകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ. 838 കോടി രൂപയുടെ കുറവാണ് ഒക്ടോബറിനെ അപേക്ഷിച്ച് നികുതി വരുമാനത്തിൽ ഉണ്ടായിരിക്കുന്നത്. ലോട്ടറി വകുപ്പിൽ മാത്രം 363 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായതായി ധനകാര്യ വകുപ്പിന്റെ വിലയിരുത്തൽ. എന്നാൽ പ്രതിസന്ധിക്കിടയിലും എക്സൈസ് വകുപ്പ് വരുമാനം കൂട്ടിയത് കൗതുകമായി. നോട്ട് നിരോധനത്തെ തുടർന്ന് സംസ്ഥാനത്തിലാകെ 838 കോടി രൂപയുടെ നികുതി നഷ്ടമുണ്ടായതായിട്ടാണ് ധനവകുപ്പിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ. പ്രതിസന്ധിയെ തുടർന്ന് പലർക്കും യഥാസമയം നികുതി അടക്കാൻ കഴിയാതെ വന്നതോടെ കേരളത്തിന്റെ ഖജനാവിലേക്ക് വരേണ്ട വലിയൊരളവ് സമ്പാദ്യം കുറഞ്ഞു. ലോട്ടറി വകുപ്പിന് മാത്രം 368 കോടി രൂപയുടെ നഷ്ടമുണ്ടായപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന് 94 കോടി രൂപയുടെ കുറവുണ്ടായി. ഒക്ടോബർ മാസത്തിൽ 17% വളർച്ചയുണ്ടായിരുന്ന നികുതി പിരിവ് 13% കൂപ്പുകൂട്ടി. തൊട്ടു മുമ്പത്തെ മാസത്തിൽ 3028 കോടി രൂപ കേരളം പിരിച്ചെടുത്തപ്പോൾ നവംബറിൽ 2765 കോടിയായി ചുരുങ്ങി. രജിസ്ട്രേഷൻ വകുപ്പിന് ആകെ ലഭിച്ചത് 151 കോടി മാത്രം. തൊട്ടു മുമ്പത്തെ മാസത്തിൽ 250 കോടി കടന്ന വരുമാനമാണ് 17% മാറിയത്. എന്നാൽ നോട്ട് പ്രതിസന്ധിക്കിടയിലും എക്സൈസ് വകുപ്പ് ലാഭം നേടിയതും വളർച്ച പ്രാപിച്ചതും കൗതുകകരമായി. ഒക്ടോബറിൽ 157 കോടി രൂപയുടെ വരുമാനമുണ്ടാക്കിയ എക്സൈസ് വകുപ്പ് 158.44 കോടിയായി വരുമാനം ഉയർത്തി. സംസ്ഥാനത്തിന്റെ വരുമാന നഷ്ടം പരിഹരിക്കുന്നതിനും നികുതി പിരിവ് ഊർജിതമാക്കുന്നതിനും LDF സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികൾ എടുത്തു വരികയായിരുന്നു. അതിനിടയിൽ ഇടുത്തിയായി ഉണ്ടായ നോട്ട് പിൻവലിക്കൽ മൂലം കടുത്ത വരുമാന നഷ്ടമാണ് സംസ്ഥാനത്തിനുണ്ടായിരിക്കുന്നത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ കാർഷിക വികസനവും സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനവും ലക്ഷ്യമിട്ടുള്ള ഹരിത കേരളം മിഷന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കൊല്ലയിൽ പഞ്ചായത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പുതിയ കാർഷിക സംസ്കാരമാണ് ഹരിത കേരളം പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഗാനഗന്ധർവൻ യേശുദാസ്, മഞ്ജു വാര്യർ തുടങ്ങിയ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു.
അമരവിള കളത്തറയ്ക്കൽ ഏലായിൽ പാടത്ത് ഞാറുനട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹരിത കേരളം മിഷന് തുടക്കമിട്ടത്. നാടിനെ എല്ലാ നന്മകളോടെയും വരും തലമുറയ്ക്ക് കൈമാറാനാകണമെന്ന് മിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ വിഭാഗം ജനങ്ങളും പങ്കുവഹിച്ചുകൊണ്ട് പൂർത്തിയാക്കേണ്ട ഒരു മിഷനാണ്. നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ എല്ലാവരും ഇതിൽ പങ്കുവഹിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നവകേരള മിഷൻ എന്ന് പറയുന്നത് ഒരു സർക്കാർ പദ്ധതിയല്ല. സർക്കാർ ഒരു കാര്യം പറയുന്നു എന്ന് മാത്രം. നമ്മളെല്ലാവരും കൂടിയാണ് ഇത് നടപ്പാക്കേണ്ടത്. നാടിന്റെ നവീകരണത്തിനായുള്ള പ്രവർത്തനങ്ങൾക്കായി എല്ലാവരും ഒന്നിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. മിഷന്റെ അംബാസിഡറായ ഗാനഗന്ധർവൻ യേശുദാസ് ചടങ്ങിൽ ഹരിതഗീതം ആലപിച്ചു. ഹരിത കേരളം, ഇത് ഹരിത കേരളം, ഇത് ഹരിത കേരളം. അരുവികളിൽ തെളിനീരൊഴുകട്ടെ, എല്ലാ നാട്ടിലും തൊടിയിലും പച്ചപ്പുണരട്ടെ. ഹരിത കേരളം മിഷനിലൂടെ കേരളത്തിന്റെ കാർഷിക സമൃദ്ധി തിരിച്ചുപിടിക്കാനാകുമെന്ന് നടി മഞ്ജു വാര്യർ. ഈ ഹരിത കേരളം എന്ന പദ്ധതി ഏറ്റവും ജനകീയമായ ഒരു ദൗത്യമായി, ഏറ്റവും ജനപങ്കാളിത്തമുള്ള ഒരു ദൗത്യമായി മാറും എന്നെനിക്ക് ഉറപ്പുണ്ട്. കേരളപ്പിറവിയുടെ 60ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള നവകേരളം മിഷന്റെ ഭാഗമായാണ് ഹരിത കേരളം മിഷൻ നടപ്പാക്കുന്നത്. സംസ്ഥാനത്തിന്റെ കാർഷിക വികസനവും സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനവും ജലസ്രോതസ്സുകളുടെ സംരക്ഷണവുമാണ് മിഷന്റെ ലക്ഷ്യങ്ങൾ. മിഷന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിനൊപ്പം പ്രാദേശിക തലങ്ങളിലും ഉദ്യമത്തിന് തുടക്കമായി. ക്യാമറ പേഴ്സൺസ് അഖിലേഷിനും ഷാജിലയ്ക്കുമൊപ്പം ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. ഹരിത കേരളം മിഷന്റെ ഉദ്ഘാടനം ഉത്സവമാക്കി കളത്തറയ്ക്കൽ ഗ്രാമം. ഏലായിൽ പാടത്ത് മുഖ്യമന്ത്രി ഞാറ് നട്ടപ്പോൾ നാടിന്റെ കാർഷിക സമൃദ്ധി തിരിച്ചുപിടിക്കുന്നതിന്റെ ആഹ്ലാദത്തിലായിരുന്നു നാട്ടുകാർ. ഹരിത കേരളം മിഷന്റെ ഉദ്ഘാടനത്തിന് വേദിയാകുമ്പോൾ തിരുവനന്തപുരം അമരവിളയിലെ കളത്തറയ്ക്കൽ ഗ്രാമം ഉത്സവ പ്രതീതിയിലായിരുന്നു. മണ്ണിന്റെ മണമുള്ള നാടൻ പാട്ടുകളുമായി അവർ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ വരവേറ്റു. മൺകുടത്തിൽ തൈകൾ നൽകിയാണ് വിശിഷ്ട വ്യക്തികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തത്. ഗാനഗന്ധർവൻ യേശുദാസ് ഹരിത കേരള ഗീതം ആലപിച്ചപ്പോൾ സദസ്സിൽ കരഘോഷം. ഉണരോ ഉണരുണരോ, കായലിൽ കുളങ്ങൾ തടാകവേദിലും. നാട് അഭിവൃദ്ധിയിലേക്ക് മടങ്ങുന്നതിന് ആശംസയുമായി നടി മഞ്ജു വാര്യർ എത്തിയതിലും നാട്ടുകാർക്ക് സന്തോഷം. ഏലായിൽ പാടത്ത് മുഖ്യമന്ത്രി തുടക്കമിട്ട ഞാറുനടിയിലിന് നിറഞ്ഞ മനസ്സോടെ കർഷകർ തുടർച്ചയേകി. നാട് വീണ്ടും കാർഷിക സമൃദ്ധിയിലേക്ക് തിരിച്ചെത്തുന്നതിൽ കർഷകർക്ക് ആഹ്ലാദം. അന്നേരം കുറച്ച് ദിവസം പണികളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം സന്തോഷമായിട്ട് ഈ കൃഷി ഗവൺമെൻറ് ഏറ്റെടുത്ത് ചെയ്തതിൽ വളരെ സന്തോഷം. ഞങ്ങൾക്ക് ഇനിയും ജീവിക്കാം എന്നുള്ള താല്പര്യം മനസ്സിലുണ്ട്. ഏലായിലിൽ 14 ഏക്കർ പാടത്താണ് ഹരിത കേരളം മിഷന്റെ ഭാഗമായി നെൽകൃഷി ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഹരിത കേരളം പദ്ധതിയുടെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് നിർവഹിച്ചു. പദ്ധതിയുടെ ഭാഗമായ ജലസംരക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനം പത്മശ്രീ ഭരത് മമ്മൂട്ടി നിർവഹിച്ചു. അവനവന് വേണ്ട ജലം അവനവൻ തന്നെ കണ്ടെത്തണമെന്നും വരാൻ പോകുന്നത് ജല ദൗർലഭ്യത്തിന്റെ കാലമാണെന്നും മമ്മൂട്ടി പറഞ്ഞു. കാർഷിക പദ്ധതിയുടെ ഉദ്ഘാടനം ശ്രീനിവാസനും നിർവഹിച്ചു. എറണാകുളം ജില്ലയിലാകെ 2016 കേന്ദ്രങ്ങളിലാണ് ഹരിത കേരളം പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കാക്കനാട്ടെ കളക്ടറേറ്റ് പരിസരത്ത് നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് നിർവഹിച്ചു. അന്തരീക്ഷ മലിനീകരണം, ജലമലിനീകരണം, മണ്ണിന്റെ മലിനീകരണം, ഏറ്റവും കൂടുതൽ നടക്കുന്ന മണ്ണിലെ മലിനീകരണമാണ്. ഇതെല്ലാം ഇല്ലാതാക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഒരൊറ്റ വഴി. അത് കൃഷി ചെയ്യുക എന്നത് മാത്രമാണ്, വേറൊന്നുമില്ല. മന്ത്രിക്കൊപ്പം ചലച്ചിത്ര താരങ്ങളായ മമ്മൂട്ടിയും ശ്രീനിവാസനും ചേർന്ന വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ജലം ദുരുപയോഗം ചെയ്യുകയാണെന്നും അതിന് തടയിട്ടില്ലെങ്കിൽ വലിയ വിപത്തിലേക്കായിരിക്കും വഴിവെക്കുന്നതെന്നും ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായ ജലസംരക്ഷണ പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മമ്മൂട്ടി പറഞ്ഞു. ജലസംരക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും അവരവർക്കുള്ള ജലം കണ്ടെത്തുക എന്നുള്ളതാണ്. ഫൈൻഡ് യുവർ ഓൺ വാട്ടർ. നമ്മുടെ ജലം നമ്മൾ തന്നെ കണ്ടെത്തണം. നമ്മൾ മറ്റുള്ള ആളുടെ കിണറ്റിലെ വെള്ളം കണ്ട് നമ്മൾ അരിക്ക് വെള്ളം വെക്കരുത്, അരി വാങ്ങിക്കാൻ പോകരുത്. നമ്മുടെ കിണറ്റിൽ വെള്ളം ഉണ്ടാകുക, നമുക്ക് വെള്ളം കണ്ടെത്താൻ സാധിക്കുക, അതിനുള്ള പദ്ധതികളും അതിനുള്ള വിചാരങ്ങളും നമ്മളിപ്പോഴേ കൈക്കൊള്ളേണ്ടിയിരിക്കുന്നു. കാർഷിക പദ്ധതിക്ക് നടൻ ശ്രീനിവാസനാണ് തുടക്കം കുറിച്ചത്. ലാഭമില്ലാത്തതുകൊണ്ടാണ് കൃഷി ചെയ്യാത്തതെന്നും ഇതിനായി ചൈനയെ മാതൃകയാക്കി ഭരണകൂടം വിപണിയിൽ ഇടപെടണമെന്നും അദ്ദേഹം പറഞ്ഞു. മാർക്കറ്റിൽ
വില കിട്ടാത്തിടത്തോളം കാലം ആരും കൃഷി ചെയ്യാൻ പോകുന്നില്ല. അതിനുള്ള ശക്തമായ നടപടികൾ ആണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഉദ്ഘാടനം തൃക്കാക്കര MLA PT തോമസ് നിർവഹിച്ചു. CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി P രാജീവ്, ഹൈബി ഈഡൻ MLA, കൊച്ചി മേയർ സൗമിനി ജെയിൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ സനൽ, ജില്ലാ കളക്ടർ മുഹമ്മദ് വൈ സഫീറുള്ള തുടങ്ങി ജില്ലയിലെ വിവിധ സ്കൂൾ കോളേജുകളിൽ നിന്നുള്ള കുട്ടികൾ, കുടുംബശ്രീ പ്രവർത്തകർ, സർക്കാർ ജീവനക്കാർ, തദ്ദേശ ഭരണ കേന്ദ്രങ്ങളിലെ പ്രതിനിധികൾ എന്നിവരും വർണ്ണാഭമായി ഈ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഹരിത കേരളം പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടന ചടങ്ങുകൾ നടന്നു. ഓരോ ജില്ലയിലും സംസ്ഥാനത്തെ വിവിധ മന്ത്രിമാർ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഹരിത കേരളം പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി TP രാമകൃഷ്ണൻ നിർവഹിച്ചു. കൊയിലാണ്ടി നഗരസഭയിലെ വെളിയന്നൂർ ചല്ലിയിൽ വർഷങ്ങളോളം തരിച്ചുകിടന്ന ഭൂമിയിൽ വിത്തുവിതറിയാണ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം കടമ്പഴിപ്പുറത്ത് മന്ത്രി P തിലോത്തമൻ നിർവഹിച്ചു. കോളശ്ശേരി പുത്തൻകുളം നവീകരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ടായിരുന്നു ഹരിത കേരളം പദ്ധതിക്ക് ജില്ലയിൽ ആരംഭമായത്. കാസർകോട്ട് നീലേശ്വരം കോവിലകം ചിറയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. M രാജഗോപാലൻ MLA അധ്യക്ഷത നിർവഹിച്ചു. വയനാട്ടിൽ ഗതാഗത മന്ത്രി AK ശശീന്ദ്രനാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. എരനല്ലൂർ പനമരം ക്ഷേത്രക്കുളം നവീകരിച്ചുകൊണ്ട് പരിപാടിക്ക് ഹരിശ്രീ കുറിച്ചത്. കണ്ണൂരിൽ ചിറക്കൽ ചിറ നവീകരിച്ചുകൊണ്ടുള്ള ഹരിത കേരളം പദ്ധതി മന്ത്രി KK ശൈലജ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴയിൽ ജില്ലാ പഞ്ചായത്ത് ഹാളിലായിരുന്നു ചടങ്ങുകൾ. മന്ത്രി G സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സ്കൂൾ തല ഉദ്ഘാടനം മുഹമ്മദൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പത്തനംതിട്ടയിൽ തിരുവല്ല തച്ചമ്പടി കണ്ണക്കലാനിലെ പുനരുദ്ധാരണ പരിപാടിക്ക് മാത്യു T തോമസ് തുടക്കം കുറിച്ചു. കോട്ടയം ജില്ലാതല ഉദ്ഘാടനം കടുത്തുരുത്തി മണ്ഡലത്തിലെ മാങ്ങാട്ടുചിറയിൽ മന്ത്രി K രാജുവായിരുന്നു നിർവഹിച്ചത്. ഇടുക്കിയിൽ മുരിക്കാശ്ശേരി പാവനാത്മ കോളേജിൽ നടന്ന ചടങ്ങിൽ മന്ത്രി MM മണി ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ ജില്ലാതല ഉദ്ഘാടനം നെന്മണിക്കര പഞ്ചായത്തിലെ മണലിപ്പുഴ ശുചീകരിച്ച് മന്ത്രി AC മൊയ്തീൻ നിർവഹിച്ചു. മലപ്പുറത്ത് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം വളാഞ്ചേരി നഗരസഭയിൽ മന്ത്രി KT ജലീൽ നിർവഹിച്ചു. തുടർന്ന് കുറ്റിപ്പുറം മിനി പമ്പയിൽ തടയണ നിർമ്മാണത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക്. വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് പുതിയ ജില്ലാ അധ്യക്ഷന്മാരെ AICC പ്രഖ്യാപിച്ചു. ഐ ഗ്രൂപ്പിന് പ്രാമുഖ്യം. VM സുധീരപക്ഷത്തിനും അധ്യക്ഷ സ്ഥാനം ലഭിച്ചു. ഏക വനിതാ അധ്യക്ഷയായ ബിന്ദു കൃഷ്ണ കൊല്ലം ജില്ലാ അധ്യക്ഷയാകും. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള എ ഗ്രൂപ്പിന്റെ മേധാവിത്വം തകർത്താണ് AICC ജില്ലാ അധ്യക്ഷന്മാരെ നിശ്ചയിച്ചിട്ടുള്ളത്. 8 ജില്ലകൾ ഐ ഗ്രൂപ്പിന് ലഭിച്ചു. ആലപ്പുഴയിൽ M ലിജു, കൊല്ലത്ത് ബിന്ദു കൃഷ്ണ, കണ്ണൂരിൽ സതീശൻ പാച്ചേനി എന്നിവർ അധ്യക്ഷന്മാരാകും. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് എ ഗ്രൂപ്പ് വിട്ട് ഐ ഗ്രൂപ്പിൽ ചേക്കേറിയ ആളാണ് സതീശൻ പാച്ചേനി. ഇവരെ കൂടാതെ ഐ ഗ്രൂപ്പുകാരായ IC ബാലകൃഷ്ണൻ MLA വയനാടും TJ വിനോദ് എറണാകുളത്തും പ്രസിഡന്റുമാരായി. എ ഗ്രൂപ്പിന്റെ കൈവശമുണ്ടായിരുന്ന പാലക്കാട് VK ശ്രീകണ്ഠൻ വഴി ഐ ഗ്രൂപ്പ് പിടിച്ചെടുത്തു. എ ഗ്രൂപ്പിന് 4 ജില്ലകൾ മാത്രം. കോഴിക്കോട് T സിദ്ദിഖ്, പത്തനംതിട്ടയിൽ ബാബു ജോർജ്, മലപ്പുറത്ത് VV പ്രകാശ് എന്നിവരാണ് എ ഗ്രൂപ്പ് അധ്യക്ഷന്മാർ. പ്രതീക്ഷിച്ചതുപോലെ സുധീരപക്ഷത്തിനും അധ്യക്ഷ സ്ഥാനങ്ങൾ ലഭിച്ചു. തൃശൂരിൽ മുൻ MLA PA മാധവന് വേണ്ടി PC ചാക്കോ നടത്തിയ സമ്മർദ്ദങ്ങൾ തള്ളി സുധീരൻ നിർദ്ദേശിച്ച TN പ്രതാപനെ അധ്യക്ഷനാക്കി. ഇവിടുത്തെ ഏക കോൺഗ്രസ് MLA അനിലക്കര സുധീര വിഭാഗമായതിനാൽ തൃശൂർ ജില്ല പൂർണ്ണമായും സുധീരൻ ലഭിച്ചു. മുൻമന്ത്രി CN ബാലകൃഷ്ണന്റെ മേൽക്കൈയും തകർത്തു. ഇടുക്കിയിൽ ഇബ്രാഹിം കുട്ടി കല്ലാറിലൂടെ K മുരളീധര വിഭാഗവും ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അധ്യക്ഷന്മാരാകുമെന്ന് പ്രതീക്ഷിച്ച PC വിഷ്ണുനാഥും ഡീൻ കുര്യാക്കോസും അവസാനം പുറത്തായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർത്തകളിലേക്ക്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചുരിദാർ ധരിക്കുന്നതിൽ പത്മനാഭസ്വാമിക്കല്ല ജഡ്ജിക്കാണ് ബുദ്ധിമുട്ടെന്ന് മന്ത്രി G സുധാകരൻ. താൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് ഗുരുവായൂരിൽ ചുരിദാർ ധരിക്കുന്നത് ഹൈക്കോടതി തടഞ്ഞിരുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചുരിദാർ ധരിക്കാൻ അനുവദിക്കണമെന്ന് BJP നേതാവ് ശോഭ സുരേന്ദ്രൻ. വിശ്വാസത്തിന്റെ മറവിൽ അനാചാരങ്ങൾ അടിച്ചേൽപ്പിക്കരുതെന്നും ശോഭ ഫേസ്ബുക്കിൽ കുറിച്ചു. ഹൈക്കോടതി പറഞ്ഞു. എന്താ അറിയില്ല. ഗുരുവായൂരിൽ ഞാൻ മിനിസ്റ്ററായിരുന്നപ്പോൾ ചുരിദാർ ഉപയോഗിച്ചാൽ അത് ഹൈക്കോടതി ഒന്നും പറഞ്ഞില്ലല്ലോ. അന്ന് BJP അടക്കം അതിനെ പിന്തുണച്ചു. അതവരിപ്പോൾ കോടതി ചർച്ച ചെയ്തു. പത്മനാഭസ്വാമിക്ക് വിരോധമില്ല, ഹൈക്കോടതി ജഡ്ജിക്കാണ് വിരോധം. സ്വാമി മിണ്ടിയിട്ടേ പറ്റി. ഭക്ഷ്യവിപണന രംഗത്തെ പ്രമുഖ ബ്രാൻഡായ ഡബിൾ ഹോൾ സ്നാക്സ് പ്രേമികൾക്കായി വ്യത്യസ്ത രുചികളിലുള്ള സ്നാക്സ് വിപണിയിൽ എത്തിക്കുന്നു. ഡബിൾ ഹോൾ സ്നാക്സ് ശ്രേണിയുടെ ബ്രാൻഡ് അംബാസഡറായി ലിറ്റിൽ ഷെഫ് മാസ്റ്റർ കിച്ചെ നിയമിച്ചു.